Hi, Namaste. Welcome back to my channel. Welcome back to WinTrader. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഓപ്ഷനെ കുറിച്ചിട്ടാണ്. വളരെ ചെറിയ മാർജിനിൽ ആവശ്യത്തിന് ലാഭം എടുത്തുകൊണ്ട് നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഓപ്ഷൻസ്. ഓക്കെ, അപ്പം നമുക്ക് ആക്ച്വലി ഒരു നല്ല മൊമെൻ്റ് ഉള്ള സമയത്ത് നമുക്ക് ഔട്ട് ഓഫ് ദ മണി ആണെങ്കിലും പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ആക്ച്വലി മാർജിൻ കുറച്ചുകൊണ്ട് നല്ല ലാഭം ഉണ്ടാക്കാനായിട്ട് ഓപ്ഷൻസിൽ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യണം, ഏത് പോയിന്റിൽ ചെയ്യണം, ഇന്ന് മാർക്കറ്റിന് മൊമെൻറ്റ് ഉണ്ടാവുമോ, മാർക്കറ്റ് ഉണ്ടായാലും ഏതോ സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നല്ല ഡൗട്ട്സ്ഫുള്ളായ കാര്യമാണ്. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിനെ കുറിച്ചാണ്. അതോടൊപ്പം നിഫ്റ്റിയുടെയും കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ കുറച്ച് സ്റ്റോക്കിൻ്റെ മൊമെൻറ്റ്സ്. അപ്പോൾ ടോട്ടലി ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഡെയിലി ഉള്ളൊരു വീഡിയോയിൽ അപ്പം എല്ലാ, അതായത് ഇന്നത്തെ പെർഫെക്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് നമുക്ക് ഇവിടുന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും കൂടെ കാണിച്ചു തരും. ഓക്കെ, അപ്പം ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ലേറ്റസ്റ്റ് വെർഷനായ 8.1. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയണം, കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. സീമ കൃഷ്ണ 8139039994 ഇതിൻ്റെ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ഈ വാട്സപ്പിലൂടെ, ഈ നമ്പറിലൂടെ വാട്സപ്പും ചെയ്യാം, കോളും ചെയ്യാം. ഡയറക്റ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് ആക്ച്വലി നല്ല 41,800 ഒരു കോള് എടുത്തിരുന്നെങ്കിൽ നമുക്കൊരു അപ്രോക്സിമേറ്റ് ഒരു 800 പോയിൻറ്റ്സ് മാർക്കറ്റ് നല്ല രീതിയിലേക്ക് മുകളിലേക്ക് പോയിരുന്നു. അത്രയ്ക്കൊരു ഹൈക്കായിരുന്നു എന്ന്. അപ്പോൾ ഓപ്ഷൻ എടുക്കുന്ന ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് എടുത്ത് നല്ല രീതിയിൽ വാരിക്കൂട്ടി കൊണ്ടുപോകാൻ പറ്റുന്നൊരു മൊമെൻറ്റ് ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആക്ച്വലി എല്ലാവരും പേടിച്ച് മാർക്കറ്റ് മൊമെൻ്റ് എപ്പോഴാണ് ബ്രേക്കൗട്ട് പോവുക. അപ്പോൾ ഇതുപോലുള്ളൊരു വൺ സൈഡ് മൊമെൻറ്റ്സിലൊക്കെ മാക്സിമം പ്രോഫിറ്റ് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും, ഏത് പോയിന്റിൽ കട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമുക്ക് ആക്ച്വലി കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് നമ്മൾ മാർക്കറ്റ് മൊമെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രോഫിറ്റ് കിട്ടിയേനെ, നല്ല രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റിയേനെ എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയുന്നത് നമുക്ക് മാർക്കറ്റ് വൺ സൈഡ് മൊമെൻറ്റിലേക്ക് പോകുമ്പോഴാണ്. പക്ഷേ അഥവാ മാർക്കറ്റിൻ്റെ മൊമെൻറ്റ് നമുക്ക് കണ്ടുപിടിച്ച് വരുമ്പം ഒരു താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി പെർഫെക്റ്റ് ആയിട്ട് ട്രേഡ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷേ അതെങ്ങനെയാണെന്നുള്ള വിവരം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ എൻ്റെ വരെ വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനിതിപ്പോൾ ഇവിടെ കോർണറിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോർണറിൽ കാണുന്ന റേറ്റ് ഇപ്പോഴത്തെ ലൈവ് റേറ്റ് ആണ്. ഇപ്പോൾ ഇതിന് ബാങ്ക് നിഫ്റ്റിക്ക് മോർണിംഗിൽ ഒരു ബൈസിക്കിൾ തന്നിട്ടുണ്ട്. 925 41,929 ആക്ച്വലി ആ സമയത്ത് ബൈ എൻട്രി തന്നിരുന്നത്. 3 ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, 3 അച്ചീവ് ആയിട്ടുണ്ട്, 800 പോയിന്റ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ശകലം ഡൗൺ ഷെയർ ഇറങ്ങിയത് കൊണ്ട് മാർക്കറ്റ് നിങ്ങൾക്ക് ആക്ച്വലി കാണാൻ പറ്റും. ഇവിടെ 600 പോയിൻ്റാണ് കാണുന്നത്, 800 പോയിന്റ് വരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അത്രയ്ക്കൊരു ഹൈക്കാണ് പോയിരുന്നത്. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കേണ്ട പോയിന്റ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ബൈസിക്കിൾ വരുന്നതാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു കൺഫർമേഷൻ ലെവൽ, അതായത് നമുക്ക് ക്യാൻഡിൽ കളറും താഴത്തെ വോളിയം ബാറും പ്രൈസ് ബൈ സോൺ, ഇത് മൂന്നും ഓക്കെ ആയ ലെവലിൽ നിന്ന് അടുത്ത ക്യാൻഡിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ ഓപ്പൺ ആയ സമയത്ത് ഒരു ഹൈക്കിൽ അടിച്ച് കയറി കൺഫർമേഷൻ കിട്ടിയതേ നമുക്ക് ആക്ച്വലി ഒരു മൂന്നാമത്തെ ക്യാൻഡിലേക്ക് കയറിക്കഴിഞ്ഞ ശേഷം അന്നേരം ഓൾറെഡി ഒരു 10-30 പോയിന്റോളം നമുക്ക് ആക്ച്വലി മാർക്കറ്റ് മുകളിലേക്ക് കയറിയിരുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓൾറെഡി ഒരു 200 പോയിന്റ് അടിച്ച് കയറിയിട്ടാണ് 3 ടാർഗറ്റ് ഇവിടം വരെ എത്തിയപ്പോഴത്തേക്ക് ഒരു 200 പോയിന്റ്സ് അടിച്ച് കയറിയിട്ടുണ്ട്. അത്രയ്ക്ക് മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കയറി ഇപ്പോൾ രാവിലെ ആരെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പം നോക്കിയിട്ട് എടുക്കാൻ പറ്റാണ്ട് ഓൾറെഡി 200 പോയിന്റ് കയറി, എവിടുന്ന് എടുക്കും, രണ്ടാമതൊരു എൻട്രി എനിക്ക് കിട്ടുമോ, ഇനി വൈലേക്ക് കയറുമോ എന്നുള്ള പോർഷനൊക്കെ കാണിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ മാർക്കറ്റ് കയറിപ്പോയല്ലോ, ഇനി എനിക്കൊരു മൊമെൻറ്റ് കിട്ടില്ലല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടാമത് എൻട്രി എടുക്കാനുള്ള പോയിൻ്റാണ് നമുക്ക് ആക്ച്വലി റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് വെച്ചിട്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ഈ റെസിസ്റ്റൻസ് ലെവല് ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് പിടിച്ചിട്ട് നമുക്ക് രണ്ടാമത് എടുക്കാം. ഒരു 10 അപ്രോക്സിമേറ്റ് ഒരു 11-15 ആയപ്പോഴത്തേക്കും 41,194 ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. അവിടെ നേരെ ഒരു ഹൈക്കായിരുന്നു മാർക്കറ്റ്. ഇപ്പോൾ കുറച്ചൊന്ന് നമുക്ക് ആക്ച്വലി ഇത് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു നമുക്ക് സെൽ സിഗ്നൽ വന്നിട്ടുണ്ട്, ഒരു അപ്രോക്സിമേറ്റ്. ഇതിപ്പോൾ കുറച്ച് മുമ്പ് നിങ്ങൾ ആക്ച്വലി ബ്ലൂ കളർ ചേഞ്ച് ആയതും നമുക്ക് അവിടുന്ന് സെല്ല് ഫോം ആയതെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ച്വലി ചേഞ്ച് വരുമ്പോഴത്തേക്കും അവിടെ അപ്പം തന്നെ സോഫ്റ്റ്വെയർ മെൻഷൻ ചെയ്ത് കാണിച്ചു തരും കളർ ചേഞ്ച് എവിടെ നിന്ന് ഏത് പോയിന്റിലാണ് പോയിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കളർ ചേഞ്ച് കാണിച്ചു തരും. പക്ഷേ ഇതിപ്പോൾ സെൽ സിഗ്നൽ എടുക്കാറായിട്ടില്ല,
കാരണം ക്യാൻഡിലും റെഡ് ആയിട്ടില്ല, താഴെയും റെഡ് വന്നിട്ടില്ല, സെൽ സോണും വന്നിട്ടില്ല. ഇത് മൂന്നും വരാൻ സ്ഥിതിക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇൻ കേസ് രണ്ടാമത്തെ ബ്രേക്ക്ഔട്ട് ഇവിടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടുന്ന് എടുക്കാമായിരുന്നു. ഇനി ഇൻ കേസ് അവിടുന്ന് എടുത്തില്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് 2 മണിക്ക് ശേഷം ഇവിടുന്ന് പിന്നെയും ബ്രേക്ക്ഔട്ട് പോയിട്ടുണ്ട് ഒരു 42,425. അവിടെ നേരിട്ട് എന്തായാലും ഒരു 100 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റത്തെ ബ്രേക്ക്ഔട്ടിൽ. അപ്പോൾ റെസിസ്റ്റൻസ് ലെവല് നോക്കി പോയാൽ മതി. ആ ലെവലിൽ നിന്ന് നമുക്ക് നേരൊരു ഹൈക്കിലേക്ക് പോകത്തുള്ളൂ. കാരണം ആ ലെവലിൽ നിന്ന് നമുക്ക് നേരിട്ട് ഒരു ബൈ ആണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് പിടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ താഴത്ത് നിങ്ങൾക്ക് ആക്ച്വലി കണ്ടു കാണാം, താഴത്തെ കൺഫർമേഷൻ ബാറിൻ്റെ കളർ ചേഞ്ച് ആവുന്നവരെ നമുക്ക് ആക്ച്വലി പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുവരെ നമുക്ക് കണ്ടിന്യൂ, ഇല്ലെങ്കിൽ ഒരു പുതിയ സിഗ്നൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആ സമയത്ത് നമുക്ക് ആക്ച്വലി മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുന്ന പൊസിഷൻ പ്രകാരം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് കൺഫർമേഷൻ വന്ന് ബ്രേക്ക്ഔട്ട് കിട്ടിയ പൊസിഷൻ അപ്രോക്സിമേറ്റ് ഈ ഈ ഗ്രീൻ ക്യാൻഡിൽ ഒരു 4ാമത്തെ ക്യാൻഡിൽ കഴിഞ്ഞ ശേഷമാണ് ബ്രേക്ക്ഔട്ട് വന്നിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് ആ സമയത്ത് നോക്കുകയാണെങ്കിൽ 41,956 ഒരു 9:30 മണിക്കാണ് ആക്ച്വലി ബ്രേക്ക്ഔട്ട് വന്നിരിക്കുന്നത്. അപ്പം അവിടുന്ന് നമുക്ക് ആക്ച്വലി കോൾ ഓപ്ഷൻ ഇൻ ദ മണിയിൽ എടുക്കുകയാണെങ്കിൽ 41,800 വെച്ചിട്ട് നമുക്ക് ആക്ച്വലി എടുക്കാം. ഓക്കെ, അപ്പം അതല്ല ഔട്ട് ഓഫ് ദ മണിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് മൊമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ 2 റേഞ്ച് ബൗണ്ട് ഇൻഡിക്കേറ്റേഴ്സും നല്ല ഗ്യാപ്പ് കാണിച്ചു തരും. അപ്പം നല്ലൊരു ഫ്ലക്ച്വേഷൻ അടിച്ച് കയറുന്ന മൊമെൻറ്റ്, അടിച്ചിറങ്ങുന്ന മൊമെൻ്റൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ ഇൻ കേസ് അവിടെ നിന്ന് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ബ്രേക്ക്ഔട്ട് ഇവിടുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 42,173 ആ ബ്രേക്ക്ഔട്ട് പോയിട്ടുണ്ട് അപ്രോക്സിമേറ്റ്. ആ സമയത്ത് നമുക്ക് ആക്ച്വലി ഇൻ ദ മണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ 41,900 800 ആ പോർഷനിൽ വെച്ചിട്ട് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദ മണിയിലേക്ക് നമുക്ക് എടുക്കും. ഇപ്പോൾ ഔട്ട് ഓഫ് ദ മണിയിലൊക്കെ ചിലർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ 42,400 മൊമെൻറ്റ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കണ്ടു കാണും, ഇതിനകത്ത് നല്ല മൊമെൻറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ബ്രേക്ക്ഔട്ട് മൊമെൻ്റ് ആണ്. ഇതിനകത്ത് നോക്കിയാൽ ഇപ്പോൾ ബൈസിക്കിൾ വന്ന ശേഷം അപ്രോക്സിമേറ്റ് ബ്രേക്ക്ഔട്ട് പോയിരിക്കുന്നത് ഈ പൊസിഷൻ വെച്ചിട്ടാണ്. അവിടെ നിന്നാണ് ആക്ച്വലി മാർക്കറ്റ് വൈബ് 176 എവിടം വരെ ഇറങ്ങിയെന്ന് മാർക്കറ്റ് നോക്കി. 176 ലാസ്റ്റ് നമ്മുടെ ക്ലോസിങ്ങിൽ ഇറങ്ങുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് 510 മാർക്കറ്റ് 510 വരെ പോയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ഹൈക്ക് മൊമെൻ്റ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇൻ ദ മണിയിൽ എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ 41,800 ഞാൻ ആ സമയത്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ ദ മണിക്കാണ് കുറച്ചുകൂടെ നമുക്ക് ഇന്ന് നല്ല മൊമെൻ്റ് ആയതിന് കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത നമുക്ക് ഈ ഒരു മാർക്കറ്റിലൊരു നല്ല മൊമെൻ്റ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇൻ ദ മണിയാണ് കുറച്ചുകൂടെ ബെറ്റർ, ഇൻ ദ മണിയിലേക്ക് എടുക്കുന്നതാണ്. അപ്പം അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഒരു ഹൈക്കിൽ അടിച്ച് കയറിയ ഒരു ക്യാൻഡിലാണ് സിഗ്നൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ബ്രേക്ക്ഔട്ട് പോയ പൊസിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 501 ബ്രേക്ക്ഔട്ട് പോയിട്ടുണ്ട്. അവിടുന്ന് അപ്രോക്സിമേറ്റ് ഒരു 1087 അല്ല 98 വരെ പോയിട്ടുണ്ട്. ഓക്കെ, 98 വരെ പോയിട്ട് അത് കഴിഞ്ഞ ശേഷമാണ് മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയിരിക്കുന്നത്. ഇപ്പോൾ സെൽസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം ഇന്നത്തെ നിഫ്റ്റിയുടെ പൊസിഷനും കൂടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ പൊസിഷൻ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നിഫ്റ്റിക്കും ഇതേപോലെ ബൈസിക്കിൾ മോർണിംഗിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ വന്നതിന് ശേഷം നമുക്ക് ടോട്ടൽ ഒരു 150-160 പോയിൻറ്റ്സോളം നമുക്ക് മാർക്കറ്റ് മോർണിംഗിലും മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഔട്ട് പോയിന്റ് പിടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ രാവിലെ ഇൻ കേസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് രണ്ടാമത്തെ ബ്രേക്ക്ഔട്ട് മാർക്കറ്റ് തിരിച്ച് കയറുന്ന പോർഷനിൽ നമുക്ക് പിന്നെയും ബ്രേക്ക്ഔട്ട് ഒരു 17,965 ബ്രേക്ക്ഔട്ട് തന്നിട്ട് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ക്ലോസിങ്ങിൻ്റെ സമയത്ത് നല്ല ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട്, അവിടെ നിന്ന് എടുക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് റേറ്റ് പ്രകാരം നമുക്ക് ആക്ച്വലി ആ സമയത്ത് എടുക്കുകയാണെങ്കിൽ അപ്പോഴത്തെ റേറ്റ് പ്രകാരം 17,946 ആണ്. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് 800 കോള് 17,800 കോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മോർണിംഗിൽ നമ്മൾ കൺഫർമേഷൻ കിട്ടിയ ശേഷം നമ്മൾ എടുത്ത പോർഷൻ അപ്രോക്സിമേറ്റ് 212 എന്നാണ്. 212 നേരെ ഒരു 264 വരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല പോർഷൻ രാവിലെ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് സെല്ല് വന്ന് കൺഫേം ആയത് തിരിച്ച് പിന്നെയും ബൈ പോർഷൻ അപ്രോക്സിമേറ്റ് നമ്മൾ 260 എടുത്തിട്ടുണ്ട്. 260 നേരെ മാർക്കറ്റ് മുകളിലേക്ക് കയറി ഒരു 323 വരെ കയറിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ബൈ പോർഷൻ ലാസ്റ്റ് ക്ലോസിങ്ങിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് കഴിഞ്ഞ് സെല്ലിറങ്ങുമായിരുന്നു ഡൗൺ. ഓക്കെ, അപ്പം ഇതൊക്കെ നമുക്ക് ആക്ച്വലി എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് എക്സിറ്റ് എൻട്രി പോയിൻ്റൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ നമുക്ക് നിങ്ങൾക്ക് പോയിന്റ് സൈഡും കാണിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ട്രെയിനിങ്ങിൽ ഇവിടുന്ന് ടെക്നിക്കൽ പേഴ്സൺ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി വിളിക്കുക എൻ്റെ നമ്പറിലേക്ക് 8139039994. അതേപോലെ തന്നെ ഇന്നത്തെ ബൈ ട്രെൻഡ്, അതായത് നിങ്ങൾക്ക് നല്ലൊരു പൊസിഷൻ ഒരു മോർണിംഗിൽ തന്നെ ഒരു നല്ല പൊസിഷൻ സ്റ്റോക്ക് ട്രേഡേഴ്സിനെ എടുത്ത് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
അപ്രോക്സിമേറ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു സ്കാനറായി ഈ 1.1 സ്കാനർ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു പോർഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് രാവിലെ ബജാജ് ഫിൻസർവിനൊക്കെ നല്ല മൊമെൻറ്റ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അശോക് ലേലാൻഡ്, LNT ഇതേപോലത്തെ പൊസിഷൻസിലൊക്കെ നല്ല ടാറ്റ സ്റ്റീലിനൊക്കെ നല്ല പൊസിഷൻ പോയിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു ബൈറ്റൻ്റെ ഹൈക്ക് അടിച്ച് കയറിയിട്ടുണ്ട്. അതേപോലെ അപ്പോളോ ടയറും രാവിലെ നല്ലൊരു ഹൈക്കാണ് പോയിരുന്നത്. അപ്പോൾ ഈ പോയിൻ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സ്കാനാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തത്. ഈ സ്കാനിനകത്ത് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് രാവിലെ തന്നെ ഒരു പൊസിഷൻ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്ത് നല്ല റെഡ് തന്നിരിക്കുന്നതിൽ നല്ല സെൽ ട്രെൻഡാണ്, നല്ല ഗ്രീൻ തന്നിരിക്കുന്നതിൽ നല്ല ബൈ ട്രെൻഡാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും LNT രാവിലെ ഒരു ബൈ ട്രെൻഡ് കഴിഞ്ഞിട്ട് കുറേ നേരം സൈഡ് വേസ് കഴിഞ്ഞ ശേഷമാണ് സെല്ല് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ സെല്ലിന് ഇങ്ങനെ കണ്ടിന്യൂഷൻ സൈഡ് വേസ് കഴിഞ്ഞ ശേഷം കൺഫേം സിക്കിലൊക്കെ ഭയങ്കര കൺസോളിഡേഷനാണ്, മാർക്കറ്റ് റിവേഴ്സിലാണ് ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് ചെറിയ പോയിന്റിൽ മാത്രമേ എപ്പോഴും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ സിഗ്നൽ എടുക്കേണ്ടത് വൺ സൈഡ്, അതായത് ക്യാൻഡിൽ സിഗ്നൽ വന്ന് ഗ്രീൻ കളറായി രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ കൺഫേം ആവുന്നതിൽ മാത്രം പിക്ക് ചെയ്യുക. സൈഡ് വേസ് തരുന്ന സമയത്ത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് കൺസോളിഡേഷനാണ്. അതോടൊപ്പം ടാറ്റ സ്റ്റീലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ടാറ്റ സ്റ്റീലിന് അപ്രോക്സിമേറ്റ് ബൈസിക്കിൾ തന്നെയായിരുന്നു. ഒരു ബൈസിക്കിളിന് നല്ലൊരു പോർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മോർണിംഗിൽ സെല്ല് വന്നു കൺഫേം തിരിച്ച് ബൈസിക്കിൾ നമുക്ക് വന്നിട്ടുണ്ട്. ബൈസിക്കിൾ കൺഫേം ആയിട്ടുണ്ട്, പക്ഷേ എന്നാലും എടുക്കാൻ പറ്റുന്നൊരു പോർഷനല്ല. ഓക്കെ, അപ്പം ഇതല്ലാതെ തന്നെ മാരുതിയുടെ പൊസിഷൻ നോക്കിയാൽ കാണാൻ പറ്റും. മാരുതിക്ക് അപ്രോക്സിമേറ്റ് ഇതേപോലെ തന്നെ മോർണിംഗിൽ ബൈ ട്രെൻഡിലേക്ക് പോയിട്ടുണ്ട്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം അപ്രോക്സിമേറ്റ് നല്ലൊരു ബൈയുടെ ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോളോ ടയറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോളോ ടയറിൽ അപ്രോക്സിമേറ്റ് രാവിലെ തന്നെ ഒരു ഹൈക്കാണ് മാർക്കറ്റിലേക്ക് പോയത്. അത് ഒറ്റയടിക്ക് അടിച്ച് കയറുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് നല്ലൊരു ഹൈക്കാണ് ഈ അപ്പോളോ ടയറിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് TCSനെയും കാണാൻ പറ്റും. TCSനെയും മൊമെൻറ്റ് നല്ലൊരു ബൈ ഹൈക്കാണ് ഉണ്ടായിരുന്നത്. നല്ലൊരു ബൈ തന്നെ നമുക്ക് ആക്ച്വലി TCSന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിയുന്നത് ഞാൻ ഈ സ്കാനർ വഴിയാണ്. നമുക്ക് ആക്ച്വലി മോർണിംഗിൽ തന്നെ ഞാൻ ബെസ്റ്റ് സ്കാനറിൽ നിന്നാണ് ഈ പിക്ക് ചെയ്യുന്നത് ഈ മൊമെൻറ്റുകളൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൂടാതെ തന്നെ ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ മാർക്കറ്റ് കണ്ടു. ഇപ്പം ഇതുവരെ ബൈറ്റുണ്ടായിരുന്നു, അതായത് 15 മിനിറ്റ് ക്രൂഡ് ഓയിൽ സെറ്റ് ചെയ്യണം. എപ്പോഴും കമോഡിറ്റി മാർക്കറ്റിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ക്രൂഡ് ഓയിൽ നല്ലൊരു മൊമെൻറ്റുള്ള സ്ക്രിപ്റ്റാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ബൈഡ് തന്നെ കണ്ടിന്യൂഷനാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ ബൈഡ് കഴിഞ്ഞ ദിവസം വന്ന വെള്ളിയാഴ്ച ബൈഡ് തന്നെ കണ്ടിന്യൂഷൻ മോർണിംഗിൽ പോയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു രീതി ഹൈക്കിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഒരു താഴെ ഇറങ്ങാനുള്ള ചാൻസ് ഇതിനകത്ത് കാണുന്നുണ്ട്. സൈഡ് വേസ് തന്നിട്ടുണ്ട്, പക്ഷേ ബ്രേക്കൗട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ സെൽ സിക്കിളിലേക്കൊരു ചാൻസ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ബൈസിക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കട്ട് ചെയ്യാൻ പറ്റുന്നൊരു അവസരം ഇതിനകത്ത് സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിന് വിളിച്ചാൽ ഞാൻ ഗൈഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.